കാമ മോക്ഷം ഈ വിഷയം പറയുകയാണെങ്കിലും ഞാൻ എന്തായാലും ചെറിയ ചെറിയ റീലായിട്ട് ഇനി അങ്ങോട്ട് ഏതൊരു വിഷയം ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം എന്താ വെച്ചാൽ സമയമാണ്. ഇതിപ്പോൾ ക്യാമറ ബാക്ക് ക്യാമറയിലൂടെ ബാക്ക് ക്യാമറയിലൂടെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സമയം ഇടയ്ക്കിടയ്ക്ക് നോക്കണം. 3 മിനിറ്റിൻ്റെ റീൽസ് സെറ്റാക്കിയിട്ട് റീൽസുകൾ സെറ്റാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ കാമം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതൊന്ന് കയറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, മോശമാവുമോ, അതോ അനവധി നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടെങ്കിൽ വന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വരട്ടെ. പോസിറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ അതും വരട്ടെ. പക്ഷെ എനിക്ക് ഉള്ള അനുഭവം, എന്നെക്കാളും വലിയ അനുഭവസ്ഥന്മാരുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് കിട്ടിയ അനുഭവം അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമം വരുന്നത് പ്രണയത്തിൽ നിന്നാണ്, പ്രണയം വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. അപ്പൊ ഈ സ്നേഹം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതിനു ചുറ്റിലും പ്രണയം വർദ്ധിക്കാൻ തുടങ്ങും. പ്രണയം എത്രത്തോളം ഉണ്ടോ അതിനു ചുറ്റിലും കാമവും വർദ്ധിക്കാൻ തുടങ്ങും. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തന്നെ ചില സിനിമകൾ കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും, നായകനും അനവധി നായികമാരും, അതേപോലെ തന്നെ ഒരു നായികയ്ക്ക് അനവധി നായകന്മാര്, ഈ രീതിയിലൊക്കെ കാണാൻ പറ്റും, പല രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാല് അതിലുള്ള സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും അവസ്ഥക്കനുസരിച്ച് ഇതിന്റെ പിറകെ പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെർലി ഒരു ഇതിന്, അതായത് കാമത്തിന്റെ അല്ലെങ്കിൽ പ്രണയത്തിന്റെ ആണെങ്കിലും അതിനൊരു ബാലൻസിങ് ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ഒരു കാമുകിയായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക, നാട്ടിലൊരു സുന്ദരി എന്ന് പറഞ്ഞാൽ ആ ഒരു സുന്ദരിയായിരിക്കും ഉണ്ടാവുക. ആ സുന്ദരിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അനവധി കാമുകന്മാര് ജനിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സുന്ദരിയെ ഒരാളല്ലേ വിവാഹം കഴിക്കുക, അവരുമായിട്ട് ജീവിതം പുലർത്തുക. ഇതേപോലെ തന്നെ ചിലപ്പോൾ നാട്ടിൽ നല്ലൊരു സുന്ദരനായിരിക്കും ഉണ്ടായിരിക്കും, ആ ഒരു സുന്ദരന് ഒരുപാട് കാമുകിമാരും ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സുന്ദരന് ഒരു കാമുകിയല്ലേ പ്രണയിച്ച് വിവാഹം കഴിച്ച് കുടുംബത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതില് വലിയ വലിയ ഒരു അൺബാലൻസിങ് ഉണ്ട്. അത് പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാണുന്ന കാലം തൊട്ടിട്ടേ, നമ്മളൊക്കെ കാണുന്ന ആ കാഴ്ചക്കാലം എന്ന് പറഞ്ഞാല് നമ്മളെവിടെയാ പ്രണയം കാണുന്നത്, നമ്മുടെ മുതിർന്ന സഹോദരങ്ങളിലാണ്. അപ്പൊ അവർക്കൊക്കെ പ്രണയമാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ അപാര പ്രണയമാണ്.